ഗോഡിന്റെ ഇന്നത്തെ കഥയിൽ ഒരു റിസോർട്ട് ഒരുക്കിയ വൺ ഡേ പാക്കേജിന്റെ ഭാഗമായി ദമ്പതികൾ എൻജോയ് ചെയ്യാനെത്തുന്നതാണ്. ഇവിടെ ഇതേ പാക്കേജിലെത്തിയ മറ്റൊരു ടീം കൊടുക്കുന്ന പണിയാണ് ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ കെണി. കാണാം വേറിട്ട പ്രാങ്ക് നിമിഷങ്ങൾ. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെൽക്കം ഡ്രിങ്ക് തരും. വേറെ എന്തെങ്കിലും ബോട്ടിക്ക് നോക്കുന്നുണ്ടോ? ഇപ്പൊ നോക്കുന്നുണ്ടോ? ടൈം ഏത് ടൈം വരെയാ? 6 മണിക്ക് കയറണം. 6 മണിക്ക് കയറണം. അപ്പൊ ഇവിടുന്ന് എത്ര മണിയാകുമ്പോ ചെക്കൗട്ട്? 4-5 മണിയാകുമ്പോ 5 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ ചെക്കൗട്ട് ചെയ്യണം അല്ലേ? ഓക്കെ സാർ, മാം ഓക്കെ അല്ലേ? ശരത്തല്ലേ ബസ്സില്? തമ്പുരാട്ടി ബസ്സില്. പിന്നെ എന്നെ മനസ്സിലായില്ലേ? ബസ് വന്നിട്ടുള്ളതാണോ? ആ, ഒന്ന് ഓർത്തു നോക്ക്. മറന്നുപോയ? കൊട്ടിയത്തുനിന്ന് കൊട്ടിയം ടു കുണ്ട്ര ഇറങ്ങുന്നില്ല. മറന്നുപോയ? വൈഫ ഞങ്ങള് പാക്കേജ് ഉണ്ട്, അങ്ങനെ ഇറങ്ങിയതാ. പാക്കേജ് ആയിട്ട് ഇറങ്ങിയാണോ? അതെ 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 അതെ. അതെ. ഹസ്ബൻഡ് ആണോ? എന്താ മിണ്ടത്തൊന്നുമില്ല? അങ്ങനെ അധികം വേണ്ടില്ല. മിണ്ടത്തില്ല. എപ്പ കല്യാണം കഴിഞ്ഞ? May 8. കല്യാണം പെട്ടെന്ന് കഴിഞ്ഞ് ബസ്സിനകത്ത് പോയി കണ്ട് പരിചയപ്പെട്ട് അങ്ങ് കെട്ടി. പ്രേമിച്ചത്? അതും പ്രേമിച്ച. സാധാരണ അങ്ങനെ സംസാരിക്കുന്നവരടുത്ത് ഞാൻ തമ്പുരാട്ടിക്കത്തുണ്ടായിരുന്നല്ലേ? ഞാനില്ലായിരുന്നു. ഞാനിപ്പോ ജോലിയൊക്കെ ആയിട്ട് ബസ്സിൽ വന്ന് തന്നെയല്ലേ വളയം പിടിച്ച് സാധാരണ വളയം പിടിച്ചാ കെട്ടാറില്ലായിരുന്നു അല്ലേ? ഓ എന്നാ നമ്മുടെ ബസ്സില് അത് കുഴപ്പമില്ല. ആളെ പേര് നവ്യ. നവ്യ? പൊന്നൂന്ന് വിളിക്കും. ആര് വിളിക്കും? ഞാൻ വിളിക്കും. ഇപ്പൊ എത്ര ആളായി കല്യാണം കഴിഞ്ഞിട്ട്? 8 മാസം. 8 മാസം. 8 മാസം നമ്മളെയൊന്നും വിളിച്ചില്ല കേട്ടാ. ഒരുപാട് പേരെ വിളിച്ചില്ല, പരാതികളുണ്ട്. എന്നാലും നമ്മളെയൊക്കെ വിളിക്കായിരുന്ന മോശമായിപ്പോയി. നമ്മള് സ്ഥിരം കണ്ടോണ്ടിരുന്നവരല്ലായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കിരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. നിങ്ങളെപ്പോ വന്നു? കുറച്ചായി വന്നിട്ട്. പുള്ളിക്കാരൻ ദൂരെ പോയിരിക്കുന്നു. അല്ല, പുള്ളി എന്തോ ഫോൺ എന്തോ വന്നിട്ട് പോയതാണെന്ന് തോന്നുന്നു. ഏതാണ്ട് ഫുഡിന്റെ ഒന്ന് മെനു പറയണം സാർ. ഒന്ന് വരുമോ അങ്ങോട്ടത്തേക്ക്? ഒത്തിരി നാൾ. ശരത്തിങ്ങനെ പെമ്പിള്ളേരുടെ അടുത്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ചായ കുടിക്കാനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടൊക്കെ ഉണ്ട്. എത്ര വർഷം പ്രേമിച്ചു? 2. ആണോ? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ലല്ലോ കണ്ടിട്ട്. ഓരോ സ്റ്റാൻഡിലും ഓരോ പെമ്പിള്ളേരുടെ അടുത്താണ് സാധാരണ സംസാരിക്കുന്ന കാണുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ഒറിജിനൽ നമുക്ക് അറിഞ്ഞൂടല്ലോ. എന്ത് ചെയ്യുക? ഞാനാണോ? ഞാനിപ്പോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, കമ്പ്യൂട്ടർ. എൻ്റെ കൂടെ വന്നത് എൻ്റെ ഹസ്ബൻഡ് അല്ല. അതാണോ പോയത്? അങ്ങനെയല്ല, എൻ്റെ ഓഫീസിലെ സാറാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് കുറച്ച് പ്രശ്നമാണ്. ഒത്തിരി നാളായി, 2-3 വർഷമായി. എങ്കിലും ആളത്ര നല്ല ഒരാളല്ല. ഭയങ്കര ബഹളവും കാര്യങ്ങളും, സംശയം. വീട്ടില് ടീച്ചർ വീട്ടിലാണോ? എൻ്റെ വീട്ടിലല്ല, ഞാൻ പുള്ളിയുടെ കൂടെ തന്നെയാണ്. പക്ഷെ സാറ്
സാറും ഞാനും കുറച്ച് നാളായിട്ട് സ്നേഹത്തിലാണ്. ഇയാളെങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ശരത്തിന് മനസ്സിലായില്ല. ശരത്തിന് ഹസ്ബൻഡിനെ അറിയാം, മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നീ വൈകിട്ട് പത്തോളാം. ഇനി ഞങ്ങൾ ഇനിയിപ്പോൾ നാളെ ഉച്ച കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ. വേണോ? ഏതി എനിക്ക് ഭയങ്കര സംശയം. ഇത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം ഈ പെണ്ണ് പറയുന്നതിന്റെ ഇടയ്ക്കൂടെ പറ. ഹസ്ബൻഡ് കാണാൻ അറിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, ഭയങ്കര പേടിയാണ്. എനിക്ക് കുടിച്ചോണ്ടാ അല്ലേ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒത്തിരി നോക്കിയതാ. എനിക്കറിയാം. എന്ത്? ഞാൻ കണ്ടിട്ടുണ്ട് ഫോണിൽ. ആരെ? ശ്രുതി എന്ന് പറഞ്ഞ ഫോണിനകത്ത് നീ കണ്ടിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ടില്ലയോ? ആര്? ഞാനോ? അല്ല, എന്റെ അച്ഛൻ. ഞാനങ്ങ് ആർക്കും ഫേസ്ബുക്ക് ഞാൻ വിളിച്ചിട്ടില്ലയോ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴൊക്കെ? ഭയങ്കര സംശയമാണ്. ഇയാളെ മെസ്സിൽ കണ്ടായിരുന്നു. ഭയങ്കര ബഹളം ഉണ്ടാക്കിയായിരുന്നു. അപ്പം പിന്നെ എന്തെങ്കിലും അറിയുമോ, മേമയുടെ വീട്ടിലെങ്ങാണ്ട് പോകണം പറഞ്ഞ് ഇറങ്ങിയത്. ഞാൻ ചോദിച്ചാൽ അന്നേരം മേമയെ വിളിക്കത്തില്ലയോ? ഇല്ല, മേമയുടെ നമ്പരൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവോ. നമ്മുടെ വൈഫായിട്ടൊക്കെ പരിചയപ്പെട്ടിട്ട് പരിചയപ്പെട്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ആള് തന്നെയാണ്. ഹസ്ബൻഡ്. അയാൾ ഹസ്ബൻഡ് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ഹസ്ബൻഡിനെ. ഇത് നിങ്ങളുടെ ഓഫീസിലെ സാറ് തന്നെയാണ്. ഇത് പ്രേമാണോ? അങ്ങനെയും പറയാം. ഞാനത് പറഞ്ഞു. അയ്യോ, എൻ്റെ ഹസ്ബൻഡാണല്ലോ വിളിക്കുന്നത്. ഹലോ ഹലോ, ഞാൻ മേമേരെ വീട്ടിൽ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഉച്ചയ്ക്ക് പോകുമെന്ന്. സമയം ഞാൻ ഒരു 11 വരയ്ക്കൊക്കെ ഇറങ്ങി. വൈറ്റ് കാറിലാണ്. ഞാൻ കാറിലൊന്നും അല്ല പോയത്, ഞാൻ ബസ്സിലാണ് പോയത്. ഞാൻ ആരുടെയും പോയില്ല. ചേട്ടാ എവിടാ? ഞാൻ മേമേരെ വീട്ടിൻ്റെ വെളിയിൽ നിൽക്കുന്നു. എവിടാ? മേമേരെ വീട്ടിലോട്ടാ? ആരയച്ചെന്ന്? ചുമ്മാ പ്രശ്നം ഉണ്ടാക്കല്ലേ ചേട്ടാ. സൗണ്ട് അപ്പുറത്തെന്തോ ബോക്സ് എന്തോ വെച്ചേക്കുന്ന. ചേട്ടന് ഇവിടെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ മേമേരെ വീട് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തു, ലൊക്കേഷന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. ആരെങ്കിലും വന്നോ? എനിക്ക് അറിഞ്ഞൂടാ. സമയത്ത് എന്തും വിളിക്കാറില്ലേ? ഞാൻ പറഞ്ഞ മേമേരെ വീട്ടിലാണെന്ന് പറഞ്ഞ നീ എവിടെ? ഇവിടെ അടുത്തെങ്ങാനും വന്നിട്ടില്ല, വിളിക്കുന്നത് മൊത്തം പ്രശ്നമാവും. ചേർത്ത് വന്നു. ഞാനേ ഇവിടെ ഇങ്ങോട്ട് മാറാം. നിങ്ങളെ കൂടെ വന്ന ഫാമിലിയായിട്ട് കൂടെ വന്നാൽ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. എനിക്കാണെങ്കിൽ ഇവിടെ അടുത്ത് കയറി വിഷയമാവും. പ്ലീസ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണ്ടേ? സോറി, പറ്റിപ്പോയില്ല. നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആണല്ലോ. പ്ലീസ് പ്ലീസ് ഒന്ന് ശരത്തെ ഒന്ന് കൂടെ നിൽക്കി ചേർത്തെ. ഒന്ന് കൂടെ നിൽക്കതാ. നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണ്ടേ? എൻ്റെ ഒരു സത്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പ്ലീസ് 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 ഒന്ന് കൂടെ നിൽക്കി. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വിഷയം നടക്കും. ഇവിടെ എൻ്റെ ശവം എടുക്കേണ്ടി വരും ഇവിടെ നിന്ന്. ചേട്ടൻ പറഞ്ഞതേ നിന്റെ കൂടെ വന്നേന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ വന്നേന്ന് പറഞ്ഞത് നീ പറ. നീ പറഞ്ഞ അയാളെന്താ നീ ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോ. നിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ മതി. നീ വിളിച്ചോണ്ട് വന്നതാ, അല്ല വിളിച്ചോണ്ട് വന്നതാ, അങ്ങനെ വന്നേന്ന് പറഞ്ഞാൽ മതി. ഞാൻ തൽക്കാലം ഒന്ന് മാറിയിക്കാം.
ശരത്തെ പ്ലീസ്. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. വാ. ഓ എനിക്കിന്ന് അറിഞ്ഞൂടെ, ഇന്ന് ഇവിടെ ഭയങ്കര ആരെങ്കിലും ഇവിടെ നിന്ന് പോകും നിങ്ങള്. ഇനി പോകാനും പറ്റൂല. എങ്കിൽ ഇയാൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. നീ ഒരു കാര്യം ചെയ്യ്, നീ പറ നിന്റെ കൂടെ വന്നേന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ കാറായിരുന്നെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഇയാള് പറ. ഇയാള് ചിരിക്കല്ലോ, ഒരാള് ചങ്ക കത്തി നിക്കുകയാണ്, അപ്പൊ ഇയാള് ചിരിക്കുന്ന. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് അതിനകത്ത് വെച്ച്. കണ്ടോ, ശരത്തിന് നന്നായിട്ട് അറിയാതെ. എന്നാ പിന്നെ ഡിവോഴ്സ് ആവാത്ത എന്താ? ഡിവോഴ്സ് അയാള് തരണ്ടേ? നേരെ ഇനി വന്ന് ഇവിടെ കിടന്ന് ആടി പൊടിക്കും. ഓ അടുത്ത ഇവരെന്തരും കൊണ്ട്. ശ്രുതി മാമിനെ അന്വേഷിച്ച ഒരാൾ വന്നേ, അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാം വന്നോ എന്നുള്ളത്. ഇതോടെ മമ്മേലെ വിടും. നീ ആണോ ഒന്ന്? നീ ആരോടെ വന്നേ? അവിടെ എന്റെ പേരെന്തൂടാ? ശരത്തൊന്ന് ശരത്തൊന്ന് എന്റെ സുഹൃത്താ. അങ്ങനെ നീ ഒരു 10 മാസം മുമ്പേ നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ ചേച്ചി? സാർ മാം നമ്മുടെ സ്ഥിരം ഗസ്റ്റ് ആണ്. സ്ഥിരം ഗസ്റ്റോ? 10 മാസം മുന്നേ എനിക്ക് രജിസ്റ്റർ ബുക്ക് എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. എടി നീ ഇതെങ്ങനെ ഈ സ്ഥിരം കസ്റ്റമർ നീ എത്ര ദിവസം വന്നിട്ടുണ്ട് ഇവിടെ? ഇപ്പൊ എവനോടാണ് വന്നേ? എന്റെ പേരെന്തോടാ? ശരത്ത്. നീ എന്തോ ചെയ്യുന്നേ? ബസ്സിലെ ഡ്രൈവർ തമ്പുരാട്ടിക്കകത്ത്. നീ അപ്പൊ 10 മാസം മുമ്പ് എവനോട് എന്നെ പോയ? നീ അല്ല അല്ല, ഞങ്ങള് ഹസ്ബൻഡും വൈഫുവാ. നീ ഈ 10 മാസം മുമ്പേ ഇവളെയും കൊണ്ടാണ് നീ വന്നേ. നീ എവിടെ തന്നെ പോയാ? തന്നെ ഇവിടെ തന്നെ പോയേ? തന്നെ ഇവിടെ തന്നെ പോയേ? ഒരു പ്രാവശ്യം. എടാ നിന്നെ എന്ത് ചെയ്യണോടാ? അത് അവരിപ്പോ കല്യാണം കഴിഞ്ഞുള്ളൂ, അവരുടെ ജീവിതം കഴിഞ്ഞ കാര്യമല്ലേ. ഇന്നിപ്പോ നീ അവിടെ വന്നേ? ഇവിടെ തന്നെയാണ് ഉറപ്പാണ്? അപ്പൊ ഊഞ്ഞാൻ കൊണ്ടൊന്ന് പോലും അങ്ങോട്ട് ഓടിയായിരുന്നു. നിങ്ങൾ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നാണോ? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു അവരുടെ? ഇല്ല. ഒരു തൊപ്പിയും വെച്ചൊരു മാസ്കും വെച്ചോടേ. നിന്നോടാ ചോദിക്കുന്നേ? അറിയത്തില്ല, കൊറേ ഗസ്റ്റ് ഉണ്ട്. ഇല്ല ഞാന് നീ ഇപ്പൊ ഇവന്റെ സുഖറിഞ്ഞിട്ട് തന്നെ പോകാൻ കഴിച്ചേ? നിങ്ങൾ ലവ് മാരേജ് അല്ലായിരുന്നോ? കല്യാണത്തിന് മുമ്പുള്ള ആരൊക്കെ എനിക്കറിയാം. അറിയായിരുന്നു. ഈ ഇവളായിട്ടുള്ള ബന്ധം അറിയായിരുന്നോ? കൂട്ടുകാരി എനിക്ക് അറിയാവുന്നേ. കൂട്ടുകാരി അറിയായിരുന്നോ? എവിടെ നിനക്ക് അറിയായിരുന്നോ? എനിക്കറിയാം. നീ അറിഞ്ഞോണ്ടല്ല നീ പൊന്ന കാണിച്ചേ. നീ ഒരു കുടുംബം നടക്കാൻ വേണ്ടി അപ്പൊ മലപ്പുറം അറിയാലോ നീ അല്ലേ? എവിടെ പോണേ? അങ്ങനെ നീ അറിഞ്ഞുകൊണ്ടാണ് എന്റെ കുടുംബം. നീ എവിടെ പോണേ? അവിടെ എന്റെ വീട്ടിൽ നോക്കാൻ വിളിക്കട്ടെ. അതിന്റെ ഉടനെ വന്നു. കല്യാണത്തിന് മുമ്പ് ഉണ്ടായ കുറെ കാര്യങ്ങളൊക്കെ നിന്റെ പറഞ്ഞിട്ടില്ലയോ? കല്യാണം നീ ഉണ്ടാക്കിയ കണ്ടവർ നീടാ കളിക്കണ നീ തൊട്ട് കളിക്കണ്ട. എന്റെ കുടുംബത്തിൽ മതി മതി. ഇതിപ്പോ നിങ്ങൾ എന്തിനാണ് അത് ഏക്കാൻ പോയത്? അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒന്ന് പറ്റിപ്പോയിന്നൊക്കെ. ഇപ്പൊ സുഹൃത്താടെ നമുക്ക് അറിയാമോ, പിന്നെ പല റിലേഷനും ഉള്ളതാ. ഒരു ഹെൽപ്പ് ചോദിക്കാൻ ഞാനങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയുന്നത്. അതാ ഇവിടെ കൂടെ പറഞ്ഞിട്ടില്ല, നീ കൂടെ ഏക്കാന്ന് പറഞ്ഞിട്ടില്ല. എന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? ശ്രുതി എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടില്ല. മാം ഒന്ന് വന്നേ മാം. ഞാൻ നേരത്തെ ഉള്ള കളയല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല, ഇങ്ങ് പോണ്ടേ? എന്താ പറയുന്ന ആശാ? ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ പോകാനൊന്നും പറ്റൂല. ഞാൻ എന്ത് ചെയ്യട്ടെ ശരത്തെ? എന്നെ നിങ്ങൾ കൊണ്ടുപോകാനാണ് പറയുന്നത്. ഇയാളെന്താ പറയുന്നത്? എനിക്ക് ഇവിടെ നിന്ന് പോയാൽ എനിക്ക് ഇതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് എന്റെ ഡ്യൂട്ടിക്ക് കയറണം വൈകിട്ട്. ഇപ്പോഴെങ്കിലും ഒന്ന് സത്യമായിട്ട് പറ, ആ കൊച്ചിനൊരു സമാധാനമാവട്ടെ. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലയോ? എനിക്ക് വെള്ളം വേണ്ടെന്ന്. എനിക്ക് ശരത്തെ ഞാൻ എന്ത് ചെയ്യട്ടെ? എനിക്ക് നിങ്ങളുടെ കൂടെ വന്നല്ലാതെ എനിക്ക് വേറെ വഴി ഇനി എന്റെ ഓപ്ഷൻ. ഞങ്ങളുടെ കൂടെ ഒന്നും വരാൻ പറ്റത്തില്ല. അതെന്താണ് വരാൻ പറ്റും? എന്താ പിന്നല്ല ഞാൻ എവിടെ പോവാനാണ്? അവന്റെ കൂടെ പോയിട്ട് എവന്റെ കൂടെ ഞാൻ പോവാന്? എനിക്ക് ശരത്തിന്റെ കൂടെ അല്ലാതെ ഇനി ഇപ്പൊ ആരുടെ കൂടെ ഞാൻ വരേണ്ടി വരും? ഞാൻ ആരുടെ കൂടെ വരണം? പറ, ഇയാളെ എന്നെ പറ. ഇയാളെ കൊണ്ടുവന്നതിന്റെ കൂടെ അങ്ങ് പോയാ. അയാൾക്ക് ഭാര്യ വലിയ മക്കളുണ്ട്, ഇറങ്ങുമ്പോ ആലോചിക്കണമായിരുന്നു. ഇപ്പൊ ഞാനും കൂടെ വരുന്നതിന് ഇയാൾക്ക് എന്തെങ്കിലും? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്താണ്? എന്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ എവിടെ പോണത്? എനിക്ക് അറിയേണ്ട കാര്യമില്ല. ശരത്ത് എന്നെ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോവാ, ഞാൻ വരുത്തില്ല നിങ്ങളുടെ കൂടെ. എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോവാൻ പറ്റത്തില്ല. അറിഞ്ഞ് നാണക്കേടാവുന്നതിനേക്കാ നല്ലത്. എന്നാ അതിനെ കൂടെ കെട്ടി ഞാൻ ഡിവോഴ്സ് തരാം. കാര്യം പറഞ്ഞു. ഇപ്പൊ 2 ഭാര്യമാരുള്ളതൊന്നും വലിയ കാര്യമല്ല. നീ അവന്റെ കൂടെ പോയി. ഞാൻ ഏവന്റെ കൂടെ പോവാൻ? ഞാൻ ഏവന്റെ കൂടെ വന്നവന്റെ കൂടെ പോയി. അയാൾക്ക് വലിയ 2 മക്കളും കാര്യം. അന്നേ ഒരു മോളെയും കൂടെ നോക്കുന്ന പോലെ ആയിക്കോളും.
അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇനിയിപ്പൊ ശരത്തിന്റെ തൂക്കാനല്ലോ നോക്കി. ഞാൻ തൂക്കാൻ നിക്കാനാ ഇവിടെ. ഒരു കാര്യം കയ്യെന്ന് വിടണേ. ഞാൻ വരട്ടടാ. അല്ല ഞാൻ ഇപ്പൊ എവിടെ പോവാനാണ്? എവിടെങ്കിലും ഇയാൾ പറഞ്ഞു ഇവിടെ ഞാൻ അറിയേണ്ട കാര്യമല്ല. ശരത്തിന് എന്നെ കൊണ്ടുപോകാൻ താല്പര്യമില്ല. പുറത്ത് കൊണ്ടുപോകത്തില്ല. ശരത്ത് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടോ ഇല്ലേ? ശരത്ത് പറ. ശരത്ത് എന്റെ മുഖത്ത് നോക്ക്. ഓളേന്ന് കൈ എടുക്കടി. ഇതിപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ നിക്കണെങ്കിൽ പിന്നെ തോളിൽ കൈവച്ച എന്താ? നേരത്തെ ഞാൻ കൈവച്ചപ്പോ മാം ഒന്ന് വന്നാണ്, മാം ഒന്ന് വന്നാണ്. ഓളെയും കൂടെ കെട്ടിയെടുക്കാൻ അവളെ അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞിട്ട് വന്നേ വന്നോ? നീ പറഞ്ഞില്ലേ കുഴപ്പമില്ല, നീ നോക്കിക്കോളാം. 10 മാസം മുന്നേയുള്ള കാര്യമായിരുന്നോ? ആയിരുന്നോ? അവരുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പോലെ അഭിനയിക്കാനാന്നോ പറഞ്ഞത്? നീ ഏക്കാൻ പറ്റല്ലേ? നമുക്ക് ഏക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ ഏക്കാൻ പറഞ്ഞെന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കരുത്. 10 മാസം മുന്നേ അവളെ ഇവിടെ കൊണ്ടുവന്ന കാര്യം ഞാൻ അറിഞ്ഞോ? അത് പിന്നത്തെ കാര്യമില്ല. നീ ഏക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഏറ്റത്. അതെന്തുവായിരുന്നു? അയാൾ വന്ന് ചോദിച്ചപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് 10 മാസം മുന്നേ ഇവിടെ വന്നായിരുന്നെന്ന്? നിശ്ചയവും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം ആയതേ ഉള്ളൂ കേട്ടോ. പത്ത് മാസം മുന്നേ ഉള്ള കാര്യമാണെങ്കിൽ അത് അവിടെ കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ അതിനകത്ത് ഇടപെടാൻ പോകുന്നത്? ചോദിച്ചപ്പോ മോന്തയും കുടിച്ചോണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ അടുത്തായിരുന്നു ഇപ്പൊ തുള്ളിക്കൊണ്ട് വന്നേനെ. നിങ്ങൾ കൊണ്ടുപോ, ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ലെന്നാ. അയാൾ വിട്ട് അതിനെ അടിച്ചുകൊല്ലോ. അടിച്ചു കൊല്ലുന്നേ കൊല്ലട്ടോ, അത് ഞാൻ എന്താ വേണം? നമുക്ക് റോഡിൽ കൊണ്ടാക്കിട്ട് എന്തെങ്കിലും സംസാരിക്കാം. അവള് റോഡിൽ ഇറങ്ങിയില്ലേ നിങ്ങൾ എന്തോ ചെയ്യും? കാറിൽ ഇരുത്തിയേക്കുവോ? നീ കേറി കാരണത്ത് നമുക്ക് ആ പെണ്ണോട് വിളിച്ചോണ്ട് പോവാം. വരത്തില്ലെന്ന് പറഞ്ഞില്ലയോ? അതെന്താ വരത്തില്ല. അത് നീ വരാത്തത്? ഞാൻ എന്തിനാ അവളമാരുടെ കൂടെ കയറി വരുന്നത്? അത് നീ വന്നേറ്റത്തോളൂ. വരത്തില്ല. എന്താ വരാത്ത? പിന്നെ ഞാൻ എങ്ങനെയാലും വണ്ടി പിടിച്ചു പോക്കോളാം. എങ്ങനെ വണ്ടി പിടിച്ചു പോകാനായിട്ട്? പോകും. നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാനാവുമെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും പോകാനറിയാം. അവൾക്ക് വന്നവനാണെങ്കിൽ അവൾക്ക് അവന്റെ കൂടെ തന്നെ തിരിച്ചു പോകാനും പറ്റും. എന്റെ അവൻ മണ്ണനാണ് അവൻ പോയത്. അവൻ ഓടുന്നു പട്ടി. അവൻ തൊപ്പിയും വെച്ച് വണ്ടായും വെച്ചോണ്ടിരിക്കുന്നു പട്ടി. ഒരു പെണ്ണുമായിട്ട് വന്ന് ഭർത്താവ് വരുമ്പോ കൊണ്ടുവരാൻ കഴിവുണ്ടെങ്കിൽ കൂടെ നിൽക്കാനും കഴിവുണ്ടാവണം. ഫാമിലി കാണത്തിലൂടി. അത് ഇവക്ക് ഫാമിലി ഇല്ലായിരുന്നോ? എന്താ അവക്ക് അയാൾ ഇവിടെ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ പോവാൻ. എന്താ അവള് പോവാതെ ഇവിടെ ഇരുന്നത്? നിങ്ങളുടെ കൂടെ പൊറുക്കാനായിരുന്നു. നീ പറഞ്ഞിട്ടില്ലേ നോക്കാന്ന് പറഞ്ഞത്? ഇപ്പൊ പോവാൻ പറ്റത്തില്ല, ഇപ്പോഴേ പോവാൻ പറ്റത്തില്ല. അയാൾ വരുന്നതിനം വരെ നോക്കിയിരുന്നതാണ്. വണ്ടിയില്ലാത്ത നാട്ടിൽ എന്താ അവന്റെ കൂടെ അല്ലേ വന്നേ? അവന്റെ കൂടെ തിരിച്ചു പോകാൻ അറിയത്തില്ല. അവള് പോത്തില്ലായിരുന്നു ഒന്നരേ. നീ രക്ഷിക്കാൻ പറഞ്ഞിട്ടില്ലേ അവള് വിട്ടിരുന്നത്? ഞാൻ രക്ഷിക്കാൻ എന്തോ വനദേവതയോ? നീ രക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല പെണ്ണ് വിട്ടിരുന്നത്? എന്റെ തോളാ കേറ്. പിന്നെ പോടാ എണ്ണീറ്റ്. ഓ അവൻ്റെ വൈഫെന്ന് വെച്ചാൽ ആ കൊച്ചിനും അറിയാമെന്ന് നേരത്തെ അറിയാമായിരുന്നു ഈ കാര്യം. ആ കുട്ടിക്ക് നേരത്തെ അറിയാമെന്നാണ് പറഞ്ഞത്. ഇല്ല ഞാൻ ഇവനെ വിടില്ല. ഞാൻ ഒരിക്കലും മാമ നിങ്ങൾ വരും, നിങ്ങൾ വരും. എനിക്ക് ഇവിടെ സംസാരിക്കാൻ വയ്യ. ഒന്നാമത് എൻ്റെ എല്ലാ തെറ്റിയാണ് നിൽക്കുന്നത്. നിങ്ങൾ വരും. നേരത്തെ കാര്യമില്ലയോ? സംസാരിക്കണം കുടുംബം തടുത്തിട്ട് അല്ലേ? ആ കിട്ടിയാ മാമ നീ കൊണ്ടുവരി. ഞാൻ തീരെ മണ്ടെന്ന് വിചാരിച്ചാടാ തന്നെ. നീ എന്താ കൊണ്ടുവന്നേ? അല്ലല്ല പിന്നെ പിന്നെ സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. എനിക്ക് സത്യം അറിയത്തില്ല. ഞാൻ കൊണ്ടുവന്നല്ല. ഇങ്ങാരുടെ കൂടെ നിങ്ങൾക്ക് അല്ല ഞാൻ ശരത്തിന്റെ കൂടെയാണ് വന്നത്. ശരത്തിന്റെ കൂടെ തന്നെയാണ് വന്നത്. കണ്ടവന്റെ നല്ല മാന്യമായിട്ട് ജീവിക്കുന്നവരുടെ സംസാരിക്കുന്നത്. മാന്യമായിട്ട് ഞാൻ മര്യാദയ്ക്ക് ഇവിടെ എന്ത് സേഫ്റ്റി ചോദിക്കാണ്.
ഇവിടെ CCTV ഒന്നും ഇല്ല. ഇയാളെ കൂടെ ഇയാൾ ഇവിടെ കസേര ഇരിക്കുവായിരുന്നു, ഈ മഞ്ഞ കസേര രണ്ടുപേരും ഇവിടെ പിടിക്കുവായിരുന്നു. ഇല്ല, ഇയാൾക്ക് ഒരു കോട്ട് ഉണ്ടായിരുന്നു, കോട്ടും തൊപ്പിയും ഉണ്ടായിരുന്നു. ഉപയോഗിക്കാറില്ല, സത്യമായിട്ട് ഉപയോഗിക്കാറില്ല. എടാ നീ എന്താടാ എന്നെ പോലുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന എന്താടാ കാണിക്കുന്നത്? കണ്ടോ എന്നെ അടിക്കുന്നുണ്ടോ? ഇത് കണ്ടോ? സത്യം പറഞ്ഞു എന്തേ നീ എന്നെ കൊണ്ടുവന്നേ? സത്യമായിട്ട് നിങ്ങളെ വൈഫാണ് സത്യം. എനിക്ക് ഈ കുട്ടിയെ എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. മനുഷ്യനിടം നിനക്ക് എങ്ങനെ തോന്നുന്നില്ല ദ്രോഹി? നീ എന്റെ ഉടനെ ഞാൻ വന്നത് യവനെ കൊണ്ട് രണ്ട് ഞാൻ പറയിപ്പിക്കാം. അയാള് എന്റെ കൂടെ ഏട്ടൻ വന്നത് ഈ നീ എവനോട് വന്ന എന്നെ അറിയാമോ? ഇയാൾക്ക് എന്നെ അറിയാമോ? എന്നെ കണ്ടിട്ടുണ്ടോ? എന്റെ സത്യമായിട്ട് എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കും. എവനെ അറിയാമോ? എന്നെ അറിയാമോ? ഞാൻ ശരത്തിന് കണ്ട അറിയത്തില്ല. കണ്ടോ പിടിച്ച് മടി വെക്കാം. ഞാൻ പിടിച്ചു വെച്ചാലോ സാറേ? ഇവന്റെ നെഞ്ച് നോക്കൊന്ന് ഇടിക്കാവോ സാറേ? ഞാൻ അറിയാത്ത ഒരു കാര്യമാണ് സാറേ. ഞാൻ എന്താ നിനക്ക് പറഞ്ഞൂടെ നിന്റെ കൂടെ ഞാൻ വന്നിന്ന് നിന്റെ വായിക്കാൻ ഇരിപ്പുണ്ടാവും. 65 രൂപയുടെ കരിക്ക് കൂടെ. എന്റെ പൊന്നു സഹോദരി, നിങ്ങൾ എങ്ങനെ എന്റെ അടുത്ത് കള്ളം? നിനക്ക് ആണെങ്കിൽ പറയടാ, നീ അവളെ കൊണ്ടാ വന്നേന്ന്. ഞാൻ തികഞ്ഞ ആണാണ്. ഞാൻ പറയുന്നു ഈ കുട്ടിയെ എനിക്കറിയത്തില്ല, സത്യമായിട്ട് അറിയത്തില്ല. ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഇത് കൊണ്ടുവന്ന് ആരാന്നറിയാവോ? കൗമുദി ടിവിയുടെ ഓമൈഗോഡ് ടീമാണ് കൊണ്ടുവന്നത്. സത്യമായിട്ട് ഇതാണ് ആളെന്ന് പറയണത്. ഇങ്ങോട്ട് പക്ഷെ എൻ്റെ പൊന്നെ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കി. ക്യാമറ ഉണ്ട് കേട്ടോ, അല്ലാതെ ഇത് കാമുകയല്ല, കാമുകനും അല്ല, ഒന്നും അല്ല. കരിക്കന്റെ നെഞ്ചത്ത് വീണേനെ അല്ല ഒരടി കിട്ടി. ഒരടി കിട്ടി. രണ്ടടി അടി കിട്ടി. പ്രതീക്ഷയില്ല. ഭയങ്കരമായി നിങ്ങളെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ഇവിടെ ഉണ്ട് കേട്ടോ. അടി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും കമ്മ്യൂണിറ്റി ഇവിടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടും സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം.